سيدنا محمد أرحم الراحماയ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനേ. പടച്ചവനെ, പരിശുദ്ധമായ റമളാന്റെ മഗ്ഫിറത്തിന്റെ പത്താണല്ലോ അല്ലാഹ്. പാവപ്പെട്ട ഞങ്ങൾക്ക് നീ പുറത്തു താ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മ ബാപ്പ ഭാര്യ മക്കൾ കുടുംബക്കാർ ഉസ്താദുമാർ സ്നേഹിതന്മാർ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ അഫ്വ ചെയ്യണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ട സ്വർഗത്തിരി പരിശുദ്ധമായ ഒരു കുടിച്ചാൽ തലകലക്കമില്ലാത്ത മസ്താവാത്ത കള്ള് കുടിപ്പിക്കപ്പെടും, കള്ള് നൽകും എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ പരിശുദ്ധമായ കള്ള് തേനിനേക്കാളും മധുരമുള്ള പാലിനേക്കാളും വെളുത്ത ആ കള്ള് കുടിക്കണമെങ്കിൽ അവൻ എന്താവണം? ദുനിയാവിൽ അവൻ കള്ള് കുടിച്ചവനാകാൻ പാടില്ല. ദുനിയാവിൽ കള്ള് കുടിച്ചവനിക്ക് നാളെ ആഖിറത്തിൽ വെച്ച് സ്വർഗീയ കള്ള് അള്ളാഹു കുടിപ്പിക്കുകയില്ല എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഹദീസാണ്. കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാമുൻ വമൻ ശരിബൽ ഖംറ ഫിദ്ദുനിയ ഫമാത വഹുവ യുദ്മിനുഹാ ലം യശ്റബ്ഹാ ഫിൽ ആഖിറ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഹദീസാണ്. എല്ലാ മസ്താക്കുന്ന സാധനം കള്ള് എന്ന് അതിന് പേര് പറയാതെ വേറെ എന്ത് പേര് വെച്ചെങ്കിലും വിദേശത്തുള്ള കള്ളിനൊക്കെ പല പേരുകളുമുണ്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ അത് എന്തോ എന്ന് വിചാരിക്കും. ഏത് സാധനമാവട്ടെ, ഏത് പേര് വെക്കട്ടെ, മസ്താക്കുന്ന എല്ലാം കള്ളാണ്. കുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ മസ്താക്കുന്നതും ഹറാമാണ്. വമൻ ശരിബൽ ഖംറ ഫിദ്ദുനിയ, ഒരാൾ ദുനിയാവിൽ കള്ള് കുടിച്ചാൽ എന്നിട്ട് ഫമാത, അവൻ മരിച്ചു, അവൻ തൗബ ചെയ്തില്ല. ആ കള്ള് കുടി ഉണ്ടാക്കിയാലും തൗബ ചെയ്തില്ല, തൗബ ചെയ്യാതെ മരിച്ചുപോയി. അവൻ ആ കള്ള് കുടിക്കലോട് കൂടി അവൻ മരിച്ചുപോയി. ലം യതുബ്, അവൻ തൗബ ചെയ്തില്ല എങ്കിൽ ലം യശ്റബ്ഹാ ഫിൽ ആഖിറ, ആഖിറത്തിൽ വെച്ച് സ്വർഗീയ കള്ള് അവനക്ക് കുടിക്കാൻ സാധ്യമല്ല എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖിയാമത്ത് നാളിൽ കള്ളുകുടിയന്മാർ, ഖിയാമത്ത് നാളിൽ കള്ളുകുടിയന്മാർ സുബ്ഹാനല്ലാഹ് മുസ്വദ്ദൻ വജ്ഹുഹു, അവന്റെ മുഖം കറുത്തിട്ടുണ്ടാകും. കറുത്ത മുഖവുമായിട്ടാണ് ഖിയാമത്ത് നാളിൽ അവനെ ഹാജരാക്കപ്പെടുന്നത്. അവന്റെ നാ ഉണ്ടല്ലേ, അവന്റെ നെഞ്ഞിന്റെ മേലെ വീണിട്ടുണ്ടാകും. ഖിയാമത്ത് നാളിൽ അവന്റെ നാഉ അവന്റെ നെഞ്ഞിന്റെ മേലെ എന്തായിട്ടുണ്ടാകും? വീണിട്ടുണ്ടാകും. എന്നിട്ട് യസീലു, ആ നാവിൽ കൂടി ഞങ്ങൾ പറഞ്ഞു ഒതലരിക്കുന്നത്, ആ ഒതല ഇങ്ങനെ അരിഞ്ഞോണ്ട് ഉണ്ടാകും. എന്നിട്ട് ഹബീബായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കണ്ടവരെല്ലാവരും വെറുത്തു പോകും അവനെ. ആ ഒരു രംഗം കാണുമ്പോൾ അവൻ നാവും പുറത്ത് നെഞ്ഞിന്റെ മേലെ ഉണ്ടാകും. അതോടുകൂടി ആ നാറിയ ചീഞ്ചലം പോലെയുള്ളത് അവന്റെ ബായിനോട് പുറത്തു വരുമ്പോൾ എല്ലാവരും മൂക്കത്തേക്ക് കൈവച്ചു പോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു അൻഹു പറയുന്നു, കള്ള് കുടിക്കുന്നവർക്ക് നിങ്ങൾ സലാം ചൊല്ലണ്ട. ഒരാൾ കള്ള് കുടിക്കുന്നെങ്കിൽ അവനിക്ക് നീ സലാം ചൊല്ലണ്ട. അവൻ രോഗിയായാൽ അവനെ കാണാൻ പോകണ്ട. അവൻ മരിച്ചാൽ നിങ്ങൾ എന്താക്കണ്ട? നിസ്കരിക്കണ്ട. എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് സുബ്ഹാനല്ലാഹ് എല്ലാവരും ഉണ്ട്. നാട്ടിൽ കള്ളുകുടിയന്മാർ അധികരിച്ചു വരുന്ന കാലമാണ്. ചെറിയ ചെറിയ മക്ക കള്ളു കുടിച്ചുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. നല്ലോണം ശ്രദ്ധിക്കുന്ന നാട്ടിലുള്ള നേതാക്കന്മാർ, നാട്ടിലെ ഇവിടെയുള്ള ബാലക്കാർ അത്തരം ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് അതിൽ നിന്നിട്ട് മാറ്റാൻ വേണ്ടി വലിയ ഒരു പ്രവർത്തനം നടത്തണം. ചെറിയ മക്ക ഈ കള്ളുകുടിന്റെയും
ഹറാമിന്റെയും പിന്നാലെ പോകുന്നത് കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അള്ളാഹു തആല കാത്തു സലാമത്താക്കട്ടെ. ആ ഒരു അവസ്ഥയായി പോയി. കള്ളുകൂടി ഓരോ ദിവസവും കള്ളുകൂടി ഇങ്ങനെ അധികരിച്ചു വരികയാണ്. ഒരിക്കലും കള്ളു കുടിച്ചു പോകരുത്. ഒരാൾ കള്ള് അവന്റെ പള്ളയിലാക്കിയാൽ 40 ദിവസത്തിന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഹദീസുണ്ട്. ഒരിക്കൽ കള്ളു കുടിച്ചാൽ അവന്റെ 40 ദിവസത്തെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഹദീസുണ്ട് മുഅ്മിനെ. അതേപോലെ 2 പ്രാവശ്യം ഒരാൾ കള്ളു കുടിച്ചാൽ 80 ദിവസത്തിന്റെ നിസ്കാരം അവന് നിട്ട് അള്ളാഹു സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും കള്ളു കുടിച്ചു പോകരുത്. ഒരു കമ്പനി കൂടിയിട്ടായെങ്കിലും ഒരു കൂട്ടം നിന്നിട്ടായെങ്കിലും ഒരു തുള്ളി കള്ള് പോലും നമ്മുടെ പള്ളയിലേക്ക് കടന്നു പോകരുത്. ഇന്ന് അങ്ങനെ ഉണ്ട്, കള്ളു കുടിക്കാറില്ല. എപ്പെങ്കിലും ഒരു എന്തെങ്കിലും ഒരു മജ്‌ലിസാക്കിയിട്ട് ഒരു കമ്പനി കൂടിയിട്ട് അപ്പൊ ഒന്നും അതുപോലും തനിച്ച് ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കലും കള്ളു കുടിച്ചു പോകരുത്. കള്ളുകുടി എന്നുള്ളത് എല്ലാ ദോഷത്തിന്റെ താക്കോല് കള്ളുകുടിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സ്വർഗത്തിന്റെ വാസന പോലും അവനിക്ക് മണക്കാൻ നാളെ സാധ്യമല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇന്ന് ചെറിയ മക്കള്, 5ാം ക്ലാസ്സിന്റെ മക്കള്, 6ാം ക്ലാസ്സിന്റെ മക്കള് ഡ്രഗ്സിന്റെ പിന്നാലെ പോകുന്ന ഒരു സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു വലിയ പണക്കാരന്, അയാൾ സൗദിയിലിരിക്കുമ്പോൾ വലിയ പണക്കാരനാണ്, ഇപ്പോൾ നാട്ടിലും വലിയ പണക്കാരനാണ്. അയാൾ പറഞ്ഞ ഒരു സംഭവം കേട്ട് നെട്ടിപ്പോയി. വലിയ ഒരു പണക്കാരുടെ വലിയ മങ്ങില ഇക്കാലത്ത് നടന്നിട്ട്, അങ്ങനെ ആ മങ്ങില നടന്നിട്ട് 10 നാളാകുമ്പോൾ ഈ പെണ്ണുക്ക് ബാലൻസ് ഇല്ല. പെണ്ണിങ്ങനെ ആടിക്കൊണ്ടുണ്ട്. അപ്പൊ പുതിയാപ്പിള്ള പാർട്ടിക്കാർ എന്തൊരു വിഷയം പിടിയാവുള്ളൂ, എന്തൊരു വിഷയം ചെന്നിട്ടുണ്ട്. ഡോക്ടർമാരെ മുട്ട പോയപ്പോ ചൊന്നാറ് ഡ്രഗ്സ് ഉപയോഗമായിക്കൊണ്ടിരുന്ന ആള് അത് ഫസ്റ്റ് മങ്ങിലായിട്ട് 10 നാളാകുമ്പോ പെണ്ണിക്ക് ബാലൻസ് ഇല്ല. പെണ്ണിന് ചെന്ന പോലെ കേൾക്കില്ല പെണ്ണിലെ തടി. അപ്പോ ഡോക്ടർമാരുടെ പോയപ്പോ മുൻതായത്ത് ഈ പെണ്ണ് ഇത് ഉപയോഗമായിക്കൊണ്ടുണ്ട്. ജണ്ടി തിങ്ങത്തോളം അവന് കാത്ത സമാമെല്ലാം കണ്ടപ്പോ അത് ത്വലാഖായി. നല്ലോണം ശ്രദ്ധിക്കണം. ഇതിന് വേണ്ടി റായത്തെ ബാലക്കാർ നല്ല ഗമനത്തിന് വേണു. ഞങ്ങളെ മക്കളെ അവസ്ഥ ചെന്നിട്ട് കാര്യം ചിലപ്പോ ആ പെണ്ണ് കുടുങ്ങിയതായിട്ടേക്കൂ. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഓരോ അവസ്ഥ കാണുമ്പോൾ എനിക്കേ ബേജാറാവും. മറ്റുള്ളവരെ പെൺമക്കൾ എത്ര സൈലന്റിലും എത്ര ഒരു മര്യാദയ്ക്ക് പോയിക്കൊണ്ടുള്ള സുബ്ഹാനല്ലാഹ്, പെൺമക്കൾ ബുർഖയിട്ടിട്ട് ആ ഒരു ബസ് സ്റ്റാൻഡിലും ആ ഒരു ബസ്സിലും ആക്കുള്ള അവസ്ഥ കാണുമ്പോൾ അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ പെൺമക്കൾ അള്ളാഹു തആല സലാമത്താക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കള്ള് എന്നുള്ളത് എല്ലാത്തിന്റെയും താക്കോലാണ്. ഒരാൾ കള്ള് കുടിച്ചാൽ എല്ലാ തപ്പുസറാക്കുകളുള്ള താക്കോളു അതാ ഇട്ടിക്കുന്നത്. ഹബീബായ മുത്തുനബിന്റെ ഹദീസ് എത്ര ഉണ്ട്. യഖ്റുജു യൗമൽ ഖിയാമത്തി ശാരിബുൽ ഖംറി മിൻ ഖബ്രിഹി, കള്ള് കുടിക്കുന്നവൻ നാളെ ഖബറിട്ട് പുറത്തു വരും. അതാ ചകത്തിനേക്കാളും അവന്റെ ഭാഗത്തുള്ള വാസന മാറിക്കൊണ്ടാണ് അവൻ ഖബറിട്ട് പുറത്തു വരുന്നത്. അവന്റെ ആ വാസന കേട്ടിട്ട് ആ ആളുകൾ തന്നെ അവർ വെപ്രാളപ്പെട്ടു പോകും, അവർ മൂക്കത്തേക്ക് കൈവച്ചു പോകും. അതേപോലെ അവന്റെ നാവിട്ട് ആ കള്ളിന്റെ ആ നാറ്റം പുറത്തു വരികയും സുബ്ഹാനല്ലാഹ്, അവന്റെ ശരീരം മുഴുവനും പാമ്പുകളും കേടുകളുമായിരിക്കും കൊത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലക്കാണ് അവൻ ഖബറിട്ട് പുറത്തു വരുന്നത്. അതേപോലെ നരകത്തിന്റെ ചെരുപ്പാണ് അവൻ കാലിട്ടിട്ടുള്ളത്. ആ ചെരുപ്പിടുമ്പോൾ അവന്റെ തലച്ചോറ് പതച്ചു പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതേപോലെ നാളെ നരകത്തിൽ അവൻ ഫിർഔനിന്റെയും ഹാമാനിന്റെയും കൂട്ടുകാരനാണ്. അവന്റെ ഇരിപ്പിട സ്ഥാനം എവിടെ? ഫിർഔനിന്റെയും ഹാമാനിന്റെയും കൂട്ടത്തിൽ. അല്ലെ, കള്ളു കുടിച്ചെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ. പിന്നെ ബാപ്പാര് ഉമ്മാര് ഞാൻ പൊടിച്ച സാധനം ഏത് എന്ന് പോലും അവനക്കറിയാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു
മഹാനവറുകൾ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് അദ്ദേഹം കള്ളു കുടിച്ച ഒരാളെ കണ്ടു. അബ്ദുല്ലാ അബ്ബാസ് അല്ല, ഇബ്നു അബി ദുനിയ എന്ന് പറയുന്ന മഹാനാണ് പറയുന്നത്. റഅയ്തു, ഞാൻ കള്ളു കുടിച്ച ഒരാളെ ബഗ്ദാദിനാണ് കണ്ടത്. അവൻ കള്ളു കുടിച്ചിട്ട് വീണിട്ടുള്ള, യബൂലു, അവൻ മൂത്ര വീട്ടിക്കൊണ്ടുള്ള, എന്നിട്ട് ആ മൂത്രം എടുത്തിട്ട് അവന്റെ മുഖം അവൻ കഴുകിക്കൊണ്ടുള്ള. മനസ്സിലാക്കും, കള്ളു കുടിച്ച മനുഷ്യൻ മസ്തായിട്ട് മൂത്രം ഒഴിച്ചിട്ട് ആ മൂത്രം കയ്യിലെടുത്തിട്ട് അവന്റെ തലക്കും അവന്റെ മുഖത്തേക്കും അവൻ എന്തായി വരസിക്കൊണ്ടുള്ള, എന്നിട്ട് അവൻ ദ്വാർന്നുകൊണ്ടുള്ള, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന. ഒന്ന് ആലോചനാക്കോ. ആ മൂത്രം എടുത്തിട്ട് അവന്റെ മുഖത്തേക്ക് തടകും വരസുമോ ചൊല്ലേ, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന. സുബ്ഹാനല്ലാഹ്. അതേപോലെ മറ്റൊരു സംഭവം ചൊല്ലു. ഒരാൾ കള്ളും കുടിച്ചിട്ട് കാറിട്ട് ഛർദിച്ചിട്ട് ഒരു തെറിൽ വീണിട്ടുള്ള, ഒരു നായി എന്തായിട്ടോ അവന്റെ മുട്ട വന്നിട്ട് അവന്റെ ബായും അവന്റെ താടി ഇങ്ങനെ മൂസിക്കൊണ്ടുണ്ട്. ഞങ്ങളെ ഭാഷ ചൊല്ലെങ്കിൽ ആ കള്ളു കുടിച്ചവന്റെ താടിയും അവന്റെ ബായും ഇങ്ങനെ നായി മൂസിക്കൊണ്ടു. സാധാരണ നായ സാധാരണ മൂസുന്നയാറല്ലേ, മൂസിക്കൊണ്ടുണ്ട്. ആ നായിരൊട്ടിಗೆ ഈ മസ്തായ മനസ്സ് ചൊല്ല, യാ സയ്യിദി, എന്റെ നേതാവേ, എന്റെ മുതലാളി, ബറക്കല്ലാഹു ഫീക്, നിനക്കുള്ള ബർക്കത്താകട്ടെ. നായവന്റെ ബായും എല്ലാം മൂസിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നുവാറുന്നുണ്ട്. സുമ്മ ഇന്നൽ കൽബ റഫഅ റിജ്ലഹു, പിന്നെ ആ നായ എന്താക്കിയിട്ട് നായിന്റെ സ്വഭാവം കാട്ടിട്ട് ആ നായ ഒരു കാളി എത്തിട്ട്, വബാല അലാ വജ്ഹിഹി, അവന്റെ ബായിക്ക് മൂത്രം വീത്തിട്ട് ആ നായ കൊടുത്തു. മൂത്രം വീത്തിട്ട് പക്കാല സക്രാൻ, ഈ മസ്തായിട്ട് കള്ളു കുടിച്ച് പൂർണ്ണ മനസ്സിട്ട് ഒന്നുകൊണ്ടുള്ള മാഉൻ ഹാറുൻ, നല്ല വെച്ച തണ്ണിയായിട്ട് എന്റെ ബായിക്ക് നീ വീത്തിക്കൊണ്ടുള്ളൂ. ബാറക്കല്ലാഹു ഫീക്, നിനക്കുള്ള ബർക്കത്താകട്ടെ. ഇതാണ് മസ്തായിട്ട് ബൂണെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ. അതേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ. അതാ കള്ളു കുടിച്ച മനുഷ്യന്മാർ, അതേപോലെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളുമാർ, അവരെ കൊണ്ട് ശൈത്താൻ ഉദ്ദേശിക്കുന്നത് അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ, പരസ്പരം അവരെ മധ്യത്തിൽ ശത്രുതയും കോപവും ഗലാട്ടിയും ഉണ്ടാക്കാനാണ് ശൈത്താന്മാർ ഉദ്ദേശിക്കുന്നത്. എന്തിന്? ഫിൽ ഖംറി വൽ മൈസിർ, കള്ളു കുടിക്കുന്നവരും ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരും. ഒരിക്കലും ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പാടില്ല, തമാശക്ക് പോലും എടുക്കാൻ പാടില്ല. ചിലപ്പോൾ ട്രെയിൻ യാത്ര നമുക്ക് കാണുന്നു, ചില ബാലക്കാർ കിട്ടലാമത്തുണ്ട്, അത് പാടില്ല, തനിച്ച് ഹറാമാണ്, ഒരിക്കലും പാടില്ല. അപ്പോ കാരണം അത് എടുത്താൽ ഞങ്ങളുടെ ഇടയിൽ പരസ്പരം കലാട്ട് ആവുകയും അതേപോലെ കോപമുണ്ടാകാനുള്ള കാരണമാണ് ഈ കള്ളു കുടിക്കുക, ലോട്ടറി ടിക്കറ്റ് എടുക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം പ്രസംഗിക്കാൻ വേണ്ടി മദീനത്തെ പള്ളിയിൽ നിന്നു. മദീനത്തെ പള്ളിയിൽ സ്പീച്ച് ആക്കുവാനായിട്ട് നിന്നിട്ട് ഖാമ ഖതീബൻ, അയാൾ പ്രസംഗിക്കാൻ വേണ്ടി ഖുത്ബ ഓതാൻ വേണ്ടി നിന്നു. ഫഖാല, എന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖുൽ ഖംറ, കള്ള് നിങ്ങൾ സൂക്ഷിക്കണം. കള്ളെന്താക്കും, നിങ്ങൾ ഭാര്യ ജാഗ്രതാക്കണം. ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്, എല്ലാ തപ്പും എല്ലാ വേണ്ടാത്ത തരാക്കുകളോ അതിന്റെ ഉമ്മ ആയിട്ടിട്ട് കള്ള് ചൊല്ലുന്നത്. ഒരാൾ കള്ള് കുടിച്ചാൽ പിന്നെ എല്ലാം അവൻ ചെയ്യും, ഒന്നും ബാക്കി വെക്കുക. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ തെളിവ് ചൊല്ലേ, അടിമകളെ കൂട്ടത്തിൽ, അള്ളാഹുവിന്റെ അടിമകളെ കൂട്ടത്തിൽ മുൻകഴിഞ്ഞ കാലത്ത് ഒരാളിന് എപ്പോഴും അയാൾ പള്ളിക്ക് പോയിക്കൊണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരാൾ, അയാളുടെ സ്വഭാവമാണ്, പതിവാണ്, എപ്പോഴും പള്ളിക്ക് പോണ്ടേ, പള്ളി ഔത്ത് പോണ്ടേ. ഒരു നാൾ ഫലഖിയതുഹു ഇംറഅത്തുൻ സൂഉൻ,
ഒരു നാള് അയാളെ എതിർക്ക് ഒരു ബെടക്കായ ഒരു തെമ്മാടിയായ ഒരു പെണ്ണ് കണ്ടെത്ത്. ആ പെണ്ണിനെ സ്വർത്തിലോട്ട് എന്ത് അവനെ വിളിച്ചോണ്ട് വാ, ആ ബാലക്കാരെ വിളിച്ചോണ്ട് വാ, വന്നിട്ട് ഔത്തു പറകു വേണ്ടി എന്തോ ഒരു ആവശ്യത്തേക്ക് ഔത്തു പറകു വേണ്ടി വിളിക്കണു, അങ്ങനെ വിളിച്ചോണ്ട് വാങ്ങിച്ചു. അങ്ങനെ ആ ബാലക്കാരൻ വന്നപ്പോ അവന്റെ എന്താക്കി ആ ബാലക്കാരെ ഓളെന്താക്കിയാൽ കടത്തിയാൾ. അങ്ങനെ അയാൾ പൊരന്റെ ഉള്ളിലേക്ക് വരലോട് കൂടി ഡോർ ഫുൾ ക്ലോസ് ആക്കി. ഇപ്പൊ എന്താക്കിട്ട് ഡോർ ഫുൾ അടിച്ചു വിട്ട ആള് നോക്കുമ്പോ അവളെ മുട്ട വലിയ ഒരു കള്ളിന്റെ കുപ്പിയുണ്ട്, അവളെ മുട്ട ഒരു കിടാവുമുണ്ട്. എന്നിട്ട് അവള് ചൊന്നാള്, നീ ഒരു സ്വറാക്കം ഒന്നിരിക്കലോ ഈ കിടാവിടെ നീ കൊല്ലോ. അവളുടെ ഡിമാൻഡ് രണ്ട മുട്ടുള്ളോ കിടാവിടെ നീ കൊല്ലോ, അല്ലെങ്കിൽ ഈ കാന്റെ ഒരു കുപ്പി കള്ള് അതിന് എന്താക്കണു കുടിക്കണം, അല്ലെങ്കിൽ രണ്ടൊരു ആവശ്യമുണ്ടോ അതിനെന്താക്കണു പൂർത്തിയാക്കി തോന്നും. 3 ഡിമാൻഡ്: കള്ളു കുടിക്കണു, കിടാവിടെ കൊള്ളണു, നന്റെ ആവശ്യം നന്റെ ആഗ്രഹം നീ പൂർത്തിയാക്കി തന്നു. ഇയാളാണെങ്കിൽ പള്ളിക്ക് എപ്പോഴും പോയിക്കൊണ്ടും വന്നുകൊണ്ടുള്ള ആൾ, ജീവിതത്തിൽ ഒരിക്കലും കള്ളു കുടിച്ചിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും സിനാ ചെയ്തിട്ടില്ല. എന്നിട്ട് അവൾ ചൊന്നു, ഇനി വീട്ടും കള്ളു കുടിക്കില്ല, നന്റെ ആഗ്രഹം ഇത് പൂർത്തിയാക്കില്ല ചൊന്നെങ്കിൽ ഞാനോട് സൗണ്ട് ആക്കും, ബൊബ്ബയിടുക. അപ്പൊ റായത്തിന് വന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താവൂ? അയാള് എന്തിനാക്കും? ആ ഒരു അവസ്ഥ എത്തിപ്പോയത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ പൂർത്തി നാളെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد. അർഹമ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. എല്ലാ ഫിത്നയിൽ നിന്ന് ഫസാദിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നീ കാക്കണേ റഹ്മാനേ. അല്ലാഹുവേ നീ പൊരുത്തപ്പെട്ട അടിമകളെ കൂടെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അല്ലാഹ്, ഒരുപാട് കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലാഹ്. എല്ലാം അഫൂ ചെയ്യുന്ന റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനേ. ഞങ്ങൾക്ക് നീ അഫൂ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ ദോഷ കാരണം ദുനിയാവിനും ആഖിറത്തിനും ഞങ്ങളെ നീ ശിക്ഷിക്കല്ല റഹ്മാനേ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മഗ്ഫിറത്തിന്റെ 10ന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനേ. ഞങ്ങൾക്ക് മരിച്ചുപോയ ഉമ്മവാപ്പക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിപ്പുള്ള ഉമ്മവാപ്പക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മരിച്ചു കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവസാനം മരിക്കുമ്പോൾ അല്ലാഹുവേ 2 റക്അത്ത് നിസ്കരിച്ച് ഖിബ്ലയിലേക്ക് മുന്നിട്ട് അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമ ഉച്ചരിച്ച് ജുമുഅ രാത്രിയോ പകലോ റമളാനിലായി ഞങ്ങളെ റൂഹിനെ നീ പൊടിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.